നമസ്കാരം. വാർത്തകളിലേക്ക് സ്വാഗതം. ആലക്കുഴ മൂഴിയിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. ഇന്ന് രാവിലെയാണ് അപകടമുണ്ടായത്. ആലക്കുഴ ജംഗ്ഷനിൽ നിന്നും വാഴക്കുളത്തേക്ക് പോവുകയായിരുന്ന ബൈക്കും പെരിങ്ങഴ ഭാഗത്ത് നിന്നും ആലക്കുഴ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബൈക്കുമാണ് കൂട്ടിയിടിച്ചത്. പെരിങ്ങഴ താണിക്കുഴിയിൽ അഭിഷേകാണ് മരിച്ചത്. 20 വയസ്സായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ അഭിഷേകിന്റെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. പ്രദേശത്തുണ്ടായിരുന്ന നാട്ടുകാർ ചേർന്ന അഭിഷേകിനെ മൂവാറ്റുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. മറ്റൊരു ബൈക്കിലുണ്ടായിരുന്നവരെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പാലാ പിഴകിൽ സ്കൂളിൽ മോഷണം. പിഴക് നിർമ്മല പബ്ലിക് സ്കൂളിലാണ് ഞായറാഴ്ച രാത്രി മോഷ്ടാവ് കടന്നു കയറിയത്. കുട്ടികൾ ടൂർ പോകുന്നതിനായി സമാഹരിച്ച 4500 രൂപയാണ് മോഷണം പോയത്. ലാബിലും ലൈബ്രറിയിലും സ്കൂൾ ഓഫീസിലും കള്ളൻ അതിക്രമിച്ചു കയറി. രാത്രി 11:30ഓടെ എത്തിയ മോഷ്ടാവ് സ്കൂൾ ബസിന്റെ ഉള്ളിൽ സൂക്ഷിച്ചിരുന്ന ലിവർ ഉപയോഗിച്ച് താഴെ തകർത്താണ് അകത്ത് കയറിയത്. ലിവർ ഉപയോഗിച്ച കെമിസ്ട്രി ലാബിന്റെയും ലൈബ്രറിയുടെയും താഴെ തകർത്തിട്ടുണ്ട്. മറ്റൊരിടത്തു നിന്നും പണം നഷ്ടമായിട്ടില്ല. 4 വർഷം മുമ്പ് 2 തവണ ഇതേ സ്കൂളിൽ മോഷണം നടന്നിരുന്നു. പിറകിലെ വ്യാപാര സ്ഥാപനങ്ങളിലെ മോഷണം നിത്യസംഭവമാണെന്ന് നാട്ടുകാർ പറയുന്നു. സംഭവത്തെ തുടർന്ന് മേലുകാവ് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. മോഷ്ടാവിന്റെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. സമാന തലത്തിൽ മോഷണം നടത്തുന്ന സ്ഥിരം മോഷ്ടാവാകാനുള്ള സാധ്യതയാണ് പോലീസ് പറയുന്നത്. നമ്മൾ രാവിലെ സ്കൂള് തുറക്കാനായിട്ട് സ്കൂളിൽ സാധാരണ തുറക്കുന്ന ചേച്ചിമാർ വന്നപ്പോഴാണ് നമ്മൾ കാണുന്നത് ക്ലാസ് റൂമുകളുടെയും ലാബിൻ്റെയും ലൈബ്രറിയുടെയും സ്റ്റാഫ് റൂമിൻ്റെയൊക്കെ ഡോറ് കുത്തി തുറന്നിരിക്കുകയാണ്. ടീച്ചേഴ്സിൻ്റെ ഡ്രോവർ അങ്ങനെയൊക്കെ ഒരു ക്ലാസ് റൂമിൽ നിന്ന് കുറച്ച് പൈസ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതിനു മുമ്പ് ഒരു 4 വർഷം മുമ്പ് ഇതുപോലെ ഒരു തെഫ്റ്റ് ഇവിടെ നടന്നിട്ടുള്ളതാണ്. അപ്പം തന്നെ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചു. മേലുകാവ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് 3 SIമാർ ഇവിടെ എത്തി. അവർ കാര്യങ്ങൾ അന്വേഷിച്ചു. അതോടൊപ്പം തന്നെ നമ്മുടെ മെമ്പർ, പഞ്ചായത്ത് പ്രസിഡൻറ്റ്, PTA പ്രസിഡൻറ്റ്, പേരൻസ് 2-3 പേര് PTAയിലുള്ള അംഗങ്ങളെത്തി. അതോടൊപ്പം തന്നെ പള്ളിയിൽ നിന്ന് കൈക്കാരന്മാരും പള്ളിയിലെ ആൾക്കാരും ഒക്കെ എത്തി നമ്മളെ സഹായിച്ചു. ഇപ്പോൾ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ നഷ്ടങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഓഫീസിൽ കയറിയിട്ടില്ല എന്നെങ്കിലും ക്ലാസ് റൂമും ലാബും ലൈബ്രറി അതൊക്കെ നമുക്കതുപോലെ പ്രധാനമാണ്. സ്റ്റാഫ് റൂം എന്ന് പറയുമ്പോൾ അതും ഒരു ഓഫീസ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഇങ്ങനെ ആൾക്കാർ കയറി അത് നശിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റേതായ ഒരു വിഷമമുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ രീതിയിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുമെങ്കിൽ അത് നല്ലതായിരിക്കും എന്ന്. കോട്ടയം ജില്ലയിലെ മലയോര പ്രദേശങ്ങളിൽ ആനയും കടുവയും പുലിയും പതിവായി നാട്ടിലിറങ്ങുന്നത് ജനങ്ങളുടെ സാധാരണ ജീവിതത്തിന് തടസ്സമാകാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി. ജില്ലയും ജില്ലാതിർത്തിയിലുമായി 5 പേരാണ് കഴിഞ്ഞ 5 വർഷത്തിനിടെ കാട്ടാനയുടെയും കാട്ടുപോത്തിന്റെയും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. വനം വന്യജീവി നിയന്ത്രണ ബില്ല് സർക്കാർ എങ്ങനെ തയ്യാറാക്കി കേന്ദ്രത്തിന് നൽകും എന്നല്ലാതെ വന്യജീവികളെ വനത്തിനുള്ളിൽ തന്നെ നിർത്താൻ നടപടി ഉണ്ടാകുമോ എന്നതാണ് കർഷകരുടെ ചോദ്യം. നാട് നഗരഭേദമന്യേ കാട്ടുപന്നിയും കുറുനരിയും കുരങ്ങും കേഴയും മയിലും നിറഞ്ഞിരിക്കുന്നു.
മരണകാരണമാകാവുന്ന പേവിഷബാധ ഇളക്കിവിടുന്ന കുറുനരികളെ കൊന്നൊടുക്കാനും നിയമം വേണം. പെറ്റുപെരുകിയ കാട്ടുപന്നികളെയും കൊന്നൊടുക്കി കർഷകരെ രക്ഷിക്കണം. വിളനാശമുണ്ടാക്കുന്ന കുരങ്ങിനെയും മയിലിനെയും നാട് കടത്തണം. കർഷകർക്ക് വനഭൂമിയിൽ 1 ഇഞ്ച് പോലും ആവശ്യമില്ല. എന്നാൽ ജില്ലയിൽ വനം അതിരിടുന്ന 12 പഞ്ചായത്തുകളിലെയും ജനങ്ങളുടെ ദുരവസ്ഥയ്ക്ക് പരിഹാരമുണ്ടാകണം. 10 വർഷത്തിനിടെ കാട്ടുപന്നിയും കുറുനരിയും ജനനിബിഡമായ ഗ്രാമങ്ങളിൽ ഇത്രത്തോളം പെരുകിയ സാഹചര്യത്തിൽ അടുത്ത 10 വർഷം കഴിഞ്ഞാൽ മനുഷ്യജീവിതം പൊറുതിമുട്ടി വീടൊഴിഞ്ഞു പോകേണ്ട സ്ഥിതിയുണ്ടാകും. ജനവാസ മേഖലകളിലോ കൃഷിസ്ഥലങ്ങളിലോ ഇറങ്ങുന്ന അക്രമകാരികളായ വന്യമൃഗങ്ങളെ വെടിവെച്ചു കൊല്ലാനുള്ള അധികാരം ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് നൽകുന്നത് അടക്കമുള്ള വ്യവസ്ഥകളാണ് സർക്കാർ വന്യജീവി സംരക്ഷണ ബില്ലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പമ്പ, അഴുത വനമേഖലകളിൽ നിന്ന് 100-ലേറെ കാട്ടാനകളാണ് ജനവാസ മേഖലകളിലെത്തി ഏറെക്കാലങ്ങളായി നാശം വിതയ്ക്കുന്നത്. ന്യൂസ് ബ്യൂറോ, എരുമേലി. അമ്മയെ മകൻ മർദ്ദിക്കുന്നു എന്നറിഞ്ഞ് ചെന്ന SIയുടെ കൈ ചവിട്ടിയൊടിച്ചു. തലോലപ്പറമ്പ് വടകരയിൽ തങ്കമ്മയെയാണ് മകൻ മർദ്ദിക്കുന്നു എന്ന് ഫോൺ വന്നതിനെ തുടർന്ന് അന്വേഷിക്കാനെത്തിയ തലോലപ്പറമ്പ് പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് SI PP സുദർശന്റെ കൈ പ്രതി ചവിട്ടിയൊടിച്ചത്. സംഭവത്തിൽ പ്രതി വടകരയിൽ വലിയ വീട്ടിൽ മുരുകനെ കോടതി റിമാൻഡ് ചെയ്തു. SI സുദർശനെ പൊതിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പിന്നീട് കൂടുതൽ പോലീസ് എത്തിയാണ് പ്രതിയെ കീഴ്പ്പെടുത്തിയത്. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേരള കോൺഗ്രസ് മരിയാപുരം മണ്ഡലം കൺവെൻഷൻ നടന്നു. ഇടുക്കി SNDP ഹാളിൽ നടന്ന പരിപാടി കേരള കോൺഗ്രസ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് MJ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. കേരള കോൺഗ്രസ് സംസ്ഥാന കോർഡിനേറ്റർ അബു ജോൺ ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി. പിന്നീട് മാറി മാറി UDF ഭരിച്ചിട്ടുണ്ട്, LDF ഭരിച്ചിട്ടുണ്ട്. പക്ഷെ നിഷ്പക്ഷമായി നമ്മൾ വിലയിരുത്തി കഴിഞ്ഞാൽ ഇതുപോലെ ഉത്തരവാദിത്തമില്ലാതെ, ഇതുപോലെ ജനങ്ങളോട് പ്രതിബദ്ധതയില്ലാതെ, ഇതുപോലെ ഒരു നാടിനെ കുട്ടിച്ചോറാക്കുന്ന രീതിയിലുള്ള ഒരു ഭരണം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. നമ്മൾ പ്രതിപക്ഷത്തിരിക്കുന്നവരെ പലപ്പോഴും കുറ്റം പറയാറുണ്ട്, ഭരണത്തിലിരിക്കുന്നവരെ. ഉന്നതാധികാരി സമിതി അംഗം നോബിൾ ജോസഫ് മുതിർന്ന പാർട്ടി പ്രവർത്തകരെ ചടങ്ങിൽ ആദരിച്ചു. നിയോജക മണ്ഡലം പ്രസിഡന്റ് ജോയി കൊച്ചുകരോട്ട വിഷയാവതരണം നടത്തി. ആശംസ അറിയിച്ച ബിൻസി റോബി, കർഷക യൂണിയൻ സംസ്ഥാന സെക്രട്ടറി സണ്ണി തെങ്ങുംപള്ളി എന്നിവർ സംസാരിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം ലാലു കുമ്മണിയിൽ സ്വാഗതവും മരിയാപുരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രജിനി ടോമി കൃതജ്ഞതയും അർപ്പിച്ചു. തലോലപ്പറമ്പിൽ നിന്നും കാണാതായ വീട്ടമ്മയെ മൂവാറ്റുപുഴയാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. വടകര അംബേദ്കർ നഗറിൽ മറ്റത്തിൽ തങ്കമ്മയുടെ മൃതദേഹമാണ് മറവൻതുരുത്ത് പഞ്ചായത്തിലെ കാട്ടിത്തറ ഭാഗത്ത് നിന്നും നാട്ടുകാർ കണ്ടെത്തിയത്. ഇവരെ കഴിഞ്ഞ ദിവസം മുതൽ കാണാതായതിനെ തുടർന്ന് ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകിയിരുന്നു. സംഭവത്തിൽ തലോലപ്പറമ്പ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിയതിനിടെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വാർത്തകൾ പൂർണ്ണമായി. നമസ്കാരം.